പെൺകുട്ടി തന്നെയാണ് ഇതാ. കുട്ടി കണ്ടില്ലേ? കുട്ടിക്ക് തന്നെ ഇപ്പൊ കൊടുത്ത ഒരു 5000 രൂപ കിട്ടും. അത്രയും നല്ല കുട്ടിയാ. ഇപ്പൊ കുട്ടിക്കുള്ള പാലാണ് ഒന്ന് മഞ്ഞപ്പാല, അല്ലാതെ വിൽക്കാനുള്ള അല്ല. അതുകൊണ്ടാണ് ആ ബക്കറ്റിൽ ഒഴിക്കുക അല്ലേ? എന്താ വെച്ചാൽ നമ്മള് വീണ്ടും കർഷകരെ വീണ്ടും നസ്ലിയത്തിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കണ്ണനൂരുള്ള ക്ഷീര ഡയറി ഫാമിലാണ്. ഇവിടെ നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി ഉള്ള ചിന്താമണി പശുക്കൾ ഇതാ ഇവിടെ ലോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് 5 എണ്ണമാണ്. നല്ല അടിപൊളി പശുക്കളാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാട്ടോ. പക്ഷേ നമസ്കാരം. നമസ്കാരം. അപ്പൊ പുതിയ ലോഡ് വന്നല്ലേ? അതെ അതെ. ഇത്തവണ പശു എത്ര ഉണ്ട്? ഇത്തവണ ഒരു 5 പശുവിനെ കിട്ടിയുള്ളൂ പോയിട്ട്. പിന്നെ 5 എണ്ണം സെറ്റ് ചെയ്ത് ഒരു 5 പശുവിനാണ് ഇപ്പൊ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത്. ഒരു ചെനപ്പശുവാണ് കടിഞ്ഞൂലില്. ഓക്കെ, അത്യാവശ്യം ഒരു 20 മേൽ തന്നെ കിടക്കാനുള്ള മടിസെറ്റ് ഉണ്ട്. നല്ല അത്യാവശ്യം മടിസെറ്റ് ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം ഇവിടെ നോക്കിയ സമയത്ത് തന്നെ അറിയാം. വലിയ മടിസെറ്റാണല്ലോ. അത്യാവശ്യം വലിയ മടിസെറ്റിൽ ഒരു 4 പല്ല് കടിഞ്ഞൂല് പശുവാണ്. ഓ, 4 പൈപ്പല്ല, 4 പല്ല് കടിഞ്ഞൂല് പശുവാണ്. അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ പ്രസവമാണ്. അത്യാവശ്യം നല്ലൊരു ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഒരു ഏബിഎസിന്റെ നല്ലൊരു കുട്ടിയുണ്ട്. ഈ കാണുന്ന വൈറ്റ് ഫുൾ വൈറ്റില് നല്ല ഏബിഎസില് വന്ന അടിപൊളി ഏബിഎസ് പറ്റൊരു പെൺകുട്ടി തന്നെയാണ് ഇതാ. കുട്ടി കണ്ടില്ലേ? കുട്ടിക്ക് തന്നെ ഇപ്പൊ കൊടുത്ത ഒരു 5000 രൂപ കിട്ടും. അത്രയും നല്ല കുട്ടിയാ. നല്ല ക്വാളിറ്റി ഉള്ളത്. പക്ക ക്വാളിറ്റി ഉള്ള ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഒരു രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. വന്നപ്പോ കുട്ടിക്ക് ഫുള്ളായിട്ട് പാല് കൊടുത്തതാണ്. അതിന് സ്കിൻ ക്വാളിറ്റി ഒന്ന് കാണിക്കാം അവരുടെ. ഇവരൊന്നും ഒന്നും നോക്കാനില്ല. സ്കിൻ ക്വാളിറ്റി എന്താ നോക്കാൻ? ഇവരൊന്നും ഒന്നും തീരെ നോക്കാനില്ല. അതുപോലെ തന്നെ ഇതൊരു രണ്ടാമത്തെ പ്രസവത്തിലുള്ള അതുപോലെ തന്നെ പ്രസവിച്ച പശുവാണ്. ഇതും അത്യാവശ്യം ഒരു 20 മേലെ കറക്കാം. അത്യാവശ്യം നല്ല സൈസിലും നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശു തന്നെയാണ്. ഒരു 20 ലിറ്റർ കറക്റ്റ്. അത് അത്യാവശ്യം ഇതും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു സൈസിൽ കുറച്ച് കുറവാണെങ്കിൽ അത്യാവശ്യം ഒരു 18 to 20 ഉള്ളിൽ കറക്കുന്ന പോലത്തെ ഒരു പശുവാണ് ഇതല്ലേ. ഇതും പ്രസവിച്ച പശുവാണ്. പ്രസവിച്ചതാണ്. ഇതും അതേപോലെ തന്നെ ഒരു പ്രസവിച്ച പശുവാണ്. രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു പ്രസവിച്ച പശുവാണ്. നമ്മൾ ഇപ്രാവശ്യം എടുത്തത് ഒരു 4 പ്രസവിച്ച പശുവും ഒരു ചെനപ്പശുവാണ് ഇപ്രാവശ്യം നമുക്ക് ലോഡിൽ വന്നേക്കുന്നത്. കൂടുതൽ ഇന്ന് അത്ര സെലക്ട് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ചന്തകളൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം നമ്മള് അവിടെ തന്നെ ഏകദേശം നമുക്ക് ഈ ചിന്താമണിന്നും കൃഷ്ണഗിരിന്റെ ഇടയിലുള്ള കുറച്ച് ഏരിയകളുണ്ട്. അപ്പൊ അവിടെ കുറച്ച് വീടുകളിൽ പോയിട്ട് കുറച്ച് എടുത്തതാണ്. ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഇന്നിപ്പോ ആൾക്കാര് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് അർജന്റ് പറഞ്ഞപ്പോ അങ്ങനെ പോയി എടുത്തിട്ട് വന്നതാണ്. ഇനിയിപ്പോ മേ ബി വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ഒന്നുകൂടി ഒന്ന് പോകണം. കുറച്ചുകൂടി കൊടുക്കാനുണ്ട്. ഇന്നത്തെ ലോഡിൽ ഇപ്പൊ നമുക്ക് എത്രയൊക്കെ വരുന്നുണ്ട് റേറ്റ്? ഇന്ന് നമുക്ക് ഒരു 98 രൂപ മുതൽ ഒരു 1.15 വരെയുള്ള പശുക്കളാണ് ഇന്നത്തെ ലോഡിൽ വന്നേക്കുന്നത്. ഈ കാണുന്ന കന്നിക്ക് എന്ത് വരുന്നുണ്ട്? ഈ കന്നിക്കാണ് ഇപ്പൊ കുറച്ച് കൂടുതൽ നമുക്ക് റേറ്റ് ആയിരിക്കുന്നത് അവിടെ. അത്യാവശ്യം ഇത് ഒരു 1.15 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ രീതിയിലുള്ളതാണ്. അത്യാവശ്യം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 98,000 രൂപക്ക് കൊടുക്കാം. ഇതല്ലേ ഇതാകുമ്പോൾ ഒരു 98,000 രൂപക്ക് അത്യാവശ്യം കൊടുക്കാം. അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ഉള്ള 98,000 രൂപയ്ക്ക്. അതെ അതെ. ഇതേപോലെ തന്നെ ഇതൊരു 1, 2, 1, 3 ആ പ്രൈസിൽ കൊടുക്കാം. ഇതല്ലേ? ഓക്കെ. അതുപോലെ ഇതാകുമ്പോൾ ഒരു 1.10. വൈറ്റോ? വൈറ്റ് ആകുമ്പോൾ നമുക്കൊരു 1.8, 1.9 ആ റേഞ്ചിൽ കൊടുക്കും. പിന്നെ ഇതിപ്പോ നമുക്ക് വീഡിയോ കണ്ടിട്ട് കൊടുക്കാനുള്ള വല്ല ഓപ്ഷൻ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ വീഡിയോ അയച്ചു കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജേഴ്സി പശുക്കൾ, ഞാൻ കുറേ പേര് ജേഴ്സി പശുക്കൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ജേഴ്സി പശുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ അവിടെ നല്ല ജേഴ്സി പശുക്കളൊക്കെ കിട്ടും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ വീഡിയോ കോൾ ചെയ്തിട്ടോ വീഡിയോ കാണിച്ചിട്ടോ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ കച്ചവടമാക്കി വെച്ച് പേയ്മെന്റ് അയച്ചു തരാണെങ്കിൽ നമ്മളിപ്പോ ഇടക്കിടക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ലോഡില് ഒരു 2 ജേഴ്സി പശു വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേയും അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജേഴ്സി പശുക്കൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കച്ചവടം ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ അവര് വീഡിയോ കോൾ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്ത് ഓക്കെ ആണെങ്കിൽ അവിടുന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് സാധനം ഇവിടെ എത്തിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള പശുക്കളെ എടുത്താൽ എന്താണ് ഗുണം? നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ പാല് ഈട് നിൽക്കുന്നത് തന്നെയാണ് ഇതില് മെയിൻ ആയിട്ടുള്ള കാര്യം. എപ്പോഴും പാല് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങില്ല. ഫാം സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ഫാം റണ്ണിങ് എങ്ങനെയാണ്? നമ്മുടെ ഫാം ഇപ്പൊ എത്ര വർഷമായിട്ട്? ഇപ്പൊ നമ്മളൊരു 2.5 വർഷമായി പശു മാത്രം ആയിട്ട് ഇപ്പൊ 2.5 വർഷത്തോളം ആകും. ഇങ്ങനെയുള്ള പശുക്കൾ മാത്രം ആക്കിയിട്ട് ഞാൻ 2.5 വർഷമായി. അതിൽ നമ്മൾ ജേഴ്സി പശുക്കളൊന്നും നിർത്താറില്ല. വെറും ബ്രീഡ് പശുക്കൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 400 ലിറ്റർ പാലിന് അടുത്തായിട്ടുണ്ട്. ഇപ്പോ ഒരു 23 പശുക്കളിൽ
ഒരു 400 ലിറ്ററിന് അടുത്ത് ഒരു 380 ആ റേഞ്ചിൽ ഇപ്പൊ പശു പാല് പോയി കൊണ്ടിരിക്കുന്നു. അതായത് അപ്പൊ തന്നെ ഇരട്ടി ഏകദേശം അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോ വാങ്ങിച്ച പാല് ഇപ്പൊ നമുക്ക് ഇപ്പൊ പാല് അവിടെ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കായന പാല് ഇപ്പൊ വൈകിട്ടത്തെ പാല് എത്ര കായന കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ലൈവായിട്ട് വാങ്ങിച്ചാൽ കാണാം. പോട്ടെ പോട്ടെ പോട്ടെ. എന്തായാലും ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ മെഷീൻ വെക്കാൻ പോണ്. ഫസ്റ്റ് ടൈം ആയിട്ട് മെഷീൻ വെക്കാൻ പോണേ. ഫസ്റ്റ് ടൈമാണ് കറ മെഷീൻ വെക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഒന്ന് ചെറിയ ചാട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടിയെ കാണാത്ത ഒരു വിഷമമുണ്ട്, അതിൻ്റെ ഒരു അപ്പുറം. അതെ തന്നെ. ഫസ്റ്റ് എന്തായാലും അതിന് നീരും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു വേദന അതിന് ഫീൽ ചെയ്യും ഉണ്ടാവും. ഓക്കെ. എന്തായാലും ചെറുതായിട്ടൊന്ന് 2 ദിവസം 3 ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ നോർമലാണ്. അതിന് ആ നീരൊക്കെ ശരിക്കും മാറി വരുന്നല്ലേ ഉള്ളൂ അല്ലേ? ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ക്വാളിറ്റി ഉള്ള പശുക്കളെ വാങ്ങിയാനുള്ള ഗുണം ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ തട്ടോ ചവിട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ത്രീകൾക്കാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇത്ര വലിയ സൈസാണെങ്കിൽ അവരെ കൊണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ അതെ അതെ. ഇനിയിപ്പോ മഴ ആയില്ലേ, ഇനിയിപ്പോ അത്യാവശ്യം ആൾക്കാർ പശു വാങ്ങുന്ന ടൈം പശു വാങ്ങുന്നതാണല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും ആ കുട്ടി കുടിക്കുന്ന അതേ രീതിയിലായി കറ മെഷീൻ പ്രവർത്തിക്കുന്നത് അല്ലേ? ആ ഒരു നിപ്പിള് ശരിക്കും എങ്ങനെ അല്ലേ? ഓരോന്നായിട്ട് സക്ക് ചെയ്യാം. യെസ് യെസ് യെസ്. ഓരോ കാമ്പ് മാറി ഇതിന്റെ കാമ്പൊന്നും വല്ലാതെ വലിപ്പം ഉണ്ടാവില്ല കൈത്തറൊക്കെ പാകത്തിൽ. പശുവിന്റെ ഒക്കെ കാമ്പൊന്നും നോക്കിയാൽ അറിയാം. അതെ ശരിയാണ്, ചെറിയ കാമ്പല്ലേ? ഓക്കെ. ഓ ഇപ്പോഴത്തെ ദിവസത്തിൽ കറവാത് കഴിഞ്ഞു അല്ലേ നമ്മുടെ? കുട്ടി അടുത്ത് കെട്ടാത്തോണ്ട് പാല് കുടിച്ച് തരും. പാല് തരാൻ അങ്ങനെ കുട്ടി അടുത്തുണ്ടെങ്കിലാണ്. നമ്മളെന്താന്ന് വെച്ചാൽ ഞങ്ങളെ ഫാമിൽ നിർത്തുന്ന ആയിട്ട് മാക്സിമം മറ്റേ ഫീഡിങ് ബോട്ടിലാണ് കുട്ടികൾക്ക് പാല് നൽകുന്നത്. പിന്നെ എന്താ ഇത്ര പശുക്കളാകുമ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും ഒപ്പം കൊണ്ടുവന്ന് നിർത്തി അത് നടപടിയാകുന്ന കേസ് ഉണ്ടാകും. നമ്മളിവിടെ ചെയ്യുന്ന രീതി അവർക്ക് ഫീഡിങ് ബോട്ടിലും കറന്നെടുത്ത് ഫീഡിങ് ബോട്ടിലാണ് അവർക്ക് പാല് നൽകുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം ഇങ്ങനെ പാല് കുടിക്കും, ഫുള്ള് പാല് തരില്ല. ഒരു 2-3 ദിവസത്തിനുണ്ടാവും. ഇതിന് നോർമലി അത് ശരിയായിപ്പോ. പാല് 1-2 ലിറ്ററിന് തന്നിട്ടുള്ളൂ പറയാം പാല്. ആളെ പിടിച്ചു വെച്ചല്ലേ? ഇപ്പൊ കുട്ടിക്കുള്ള പാലാണ് ഒന്ന്, മഞ്ഞപ്പാലം. അല്ലാതെ വിൽക്കാനുള്ളതല്ല, അതുകൊണ്ടാണ് ആ ബക്കറ്റിൽ ഒഴിക്കുക അല്ലേ? 2 ഇങ്ങനെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്, അറിയില്ലാത്തതുകൊണ്ടാണ് അത്. ഇതൊക്കെ നമ്മൾ വിൽക്കാനുള്ളതല്ല. 3-3.5 ലിറ്റർ 3.5 ലിറ്റർ അല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഉണ്ട് അതിൻ്റെ അകത്തല്ലേ? ഫുള്ളായിട്ട് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന പിന്നെ അവർക്ക് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റിയിട്ടാണ്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി അപ്പോൾ ഇവിടെ വരേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞേ? ഇത് കറക്റ്റ് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്ററാണ്. KSRTC ബസ് സ്റ്റാൻഡിനൊക്കെ. സ്ഥലപ്പേര് തിരുനെല്ല എന്നാണ്. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഈ കണ്ണന്നൂർ കുഴൽമന്ദം കഴിഞ്ഞാൽ കണ്ണന്നൂരിന് ഒരു 4-4.5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. സ്ഥലപ്പേര് തിരുനെല്ലായി എന്നാണ്. ഈ ഭാഗത്തുനിന്ന് മലപ്പുറം ആശുപത്രിയിൽ വരികയെന്ന് വെച്ചാൽ നമുക്ക് KSRTC എത്തണ്ട. അതിന് കുറച്ച് മുന്നേ മേഴ്സി കോളേജ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ തന്നെ ഉള്ളൂ തിരുനെല്ലായി. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ.